ഇതേപോലെ 6 ബീഡ്സ് വെച്ചിട്ടുള്ള 3 5 ബീഡ്സ് വെച്ചിട്ട് 2 ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ചെയിനിൻ്റെ നടുഭാഗം കട്ട് ചെയ്തിട്ടാണ് ഫസ്റ്റ് ബീഡ്സിൻ്റെ ഇത് ഞാൻ വെക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു സൈഡ് ഭാഗത്ത് ഉള്ള ഒരു ജംഗ്രിങ്ങിലേക്ക് മറ്റൊരു ജംഗ്രിങ് എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു ചെയിനും ഇതേ നമ്മൾ ചെയ്ത് വെച്ചില്ലേ ഈ ബീഡ്സിൻ്റെ അതും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ക്ലോസ് ചെയ്യുക. നമ്മൾ മുകൾ ഭാഗത്തല്ല, നമ്മൾ സൈഡ് ഭാഗത്താണ്. സൈഡ് ഭാഗത്ത് ഉള്ള ഒരു ജംഗ്രിങ്ങിലാണ് നമ്മൾ മറ്റൊരു ജംഗ്രിങ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് ചെയിനും നമ്മൾ ഈ ചെയ്ത് വെച്ച ബീഡ്സിൻ്റെതും ആഡ് ആക്കി കൊടുക്കുന്ന കേട്ടോ. കണ്ടോ, ഇതേപോലെ. ഇനി അതേ ഇതിൽ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലുള്ള ജംഗ്രിങ്ങിൽ മറ്റൊരു ജംഗ്രിങ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെയിനും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഒരേ കളറുള്ള ബീഡ്സ് വെച്ചിട്ട് ചെയ്യുക കേട്ടോ. ഞാനിതൊരു കളർഫുൾ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത 2 ഏത് ഭാഗത്താണ് വേണ്ടത് വെച്ചാൽ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ടാണോ അല്ലെങ്കിൽ എടുത്തായിട്ടാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ 2 സൈഡിലും നമ്മൾ ഇതേപോലെ ഈ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ഈ ഒരു മോഡലാണ് നമുക്ക് കിട്ടുക. ഇനി ചെയിന് എത്ര നീളമാണ് വേണ്ടത് വെച്ചാൽ ആ നീളത്തിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഓരോ അറ്റ ഭാഗത്ത് ജംഗ്രിങ് ആഡ് ചെയ്ത് കൊടുക്കുക, മറ്റേ ഭാഗത്ത് എസ് ലോക്കും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്ര ഉള്ളു, വളരെ സിമ്പിളാണ്. എല്ലാവരും ചെയ്ത് നോക്കുക, ചെയ്തിട്ട് വർക്ക് സെൻഡാക്കി തരട്ടെ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഒറ്റ കളറ് നമ്മളെ കയ്യിലുള്ള ഏത് ബീഡ്സാണ് കയ്യിൽ വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ. ഈ ഒരു മോഡലിലാണ്. ഇനി നമുക്ക് ഇയർക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇയറിൻ്റെ ഇതിലും നമുക്ക് ഏത് ഭാഗത്താണ് തൂക്കിയിടേണ്ടത് വെച്ചാൽ ആ ഭാഗത്ത് നമ്മൾ ജംഗ്രിങ് ആഡ് ചെയ്ത് കൊടുക്കുക. ജംഗ്രിങ് ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് ഇയർക്ക് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു ഭാഗത്ത് നമ്മൾ ഉള്ള ജംഗ്രിങ്ങിൽ മറ്റേ ജംഗ്രിങ്ങിലേക്ക് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അത് ലോക്ക് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ് ഇത്. ഈ മോഡൽ നമ്മളെ കയ്യിലുള്ള ഇയർക്കിൻ്റെ ബേസുമലും നമുക്ക് ഒട്ടിച്ചും കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എല്ലാവരും വർക്ക് ചെയ്ത് കൊടുക്കുക, സെൻഡാക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ്, മാലയാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു പൂവ് മോഡലായിട്ട് വരും. നമ്മൾ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതേപോലെ എല്ലാവരും ചെയ്യുക. മക്കളെ ഡ്രസ്സിനനുസരിച്ച് സ്കൂളിൽ ഇതിനൊക്കെ എല്ലാവരും വർക്ക് ചെയ്ത് സെൻഡാക്കുക.